കൂടിയിരിക്കുന്നത്. ഈ കോരിച്ചൊടിയുന്ന മഴയത്തും എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് RSSന്റെ സംഘപരിവാറിന്റെ ഇനിയൊരു കൊലപാതകം, ഇനിയൊരു പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറയും കർണാടകയിലല്ലേ, നമ്മുടെ തൊട്ടപ്പുറത്തല്ലേ. നമ്മളൊരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ, നമ്മുടെ നാട്ടിലും ഇനി കൊലപാതകങ്ങൾ നടക്കാം. അപ്പൊ അതുപോലെ ഇനിയുള്ള RSSന്റെ സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ ഇനി ഒരിക്കലും നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് SKSFന്റെ സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിനോടൊപ്പം അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ 2 ചെറിയ മക്കളുടെ പിതാവാണ്. തന്റെ ഭാര്യ വിധവയായി. മാതാപിതാക്കളെ ഇന്നലെ ഞാൻ വിളിക്കുമ്പോൾ അവര് സങ്കടപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. വീടിന്റെ പണി പോലും തീർന്നിട്ടില്ല. വീട് വാപ്പ് കൊടുത്ത സ്ഥലത്ത് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്ന് ഖബറിന്റെ അകത്താണ്. ആ സഹോദരനെ കൊന്നുകളഞ്ഞ, ആ സഹോദരനെ വെട്ടിനുറുക്കിയ, ആ സഹോദരനെ വെട്ടി തുണ്ടം തുണ്ടമാക്കിയ, മരിക്കുന്ന സമയത്ത് ചോര ഒരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിട പറഞ്ഞു പോയ ആ പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, ഏകദേശം 35-40 പ്രായം മാത്രമുള്ള ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞ ആ സംഘപരിവാറിന്റെ പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.